ഹലോ, ഇന്ന് നമുക്കൊരു റവ കേസരി റെസിപ്പി തയ്യാറാക്കാം. അതിനായി ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായി വരട്ടെ, നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് റവ കേസരി. അപ്പം എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ. ചീനച്ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി നേരം കൂടി വെയിറ്റ് ചെയ്യാം. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്ന് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ബ്രൗൺ കളർ ആവുന്നത് വരെ. അപ്പം ഞാൻ 300 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട ക്യാഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ റവ എടുത്താൽ അതിൽ കൂടുതൽ കാഷ്നട്ട് എടുക്കണം. അതുപോലെ മുന്തിരിങ്ങ ഇടുന്നത് നല്ലതാണ്. ഇവിടെ കുട്ടികൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുന്തിരിങ്ങ ഇട്ടിട്ടില്ല. അപ്പം മുന്തിരിങ്ങ ഇട്ടാൽ ടേസ്റ്റി ആയിരിക്കും. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് മുന്തിരിങ്ങ കൂടി ഇടുന്നത് ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കാഷ്യൂ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് കോരിയെടുക്കണം. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതെല്ലാം പ്ലേറ്റിലേക്ക് നമ്മൾ പയ്യെ മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഇതാ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നെയ്യൊന്നും കൂടി ചൂടായി വരുമ്പം നമുക്കതിലേക്ക് വറുത്തെടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് വറക്കണം. ഞാൻ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിൽ നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാൻ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ. റവ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ റവ നന്നായിട്ട് ഇളക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, നിർത്തരുത്. കാര്യം പറഞ്ഞാൽ എളുപ്പം അടുക്കി പിടിക്കാൻ റവ ഇളക്കി കൊടുത്തോണ്ടിരിക്കാവേ. റവ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം. കുട്ടികൾക്കൊക്കെ എളുപ്പം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് റവ കേസരി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു വിഭവമാണ് റവ കേസരി. അപ്പോൾ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ തീ ഒന്ന് സിമ്മിലിട്ട് നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്മിലിട്ടിട്ടേ പ്ലേറ്റിലേക്ക് മാറ്റാവുള്ളൂ, ഇല്ലെങ്കിൽ റവ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല നെയ്യുടെയും റവയുടെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിമ്മിലിട്ടിട്ട് വേണം മാറ്റാൻ. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഞാൻ എടുത്ത് പറഞ്ഞത് അതാണ്. സിമ്മിലിട്ടിട്ട് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ചിലർക്ക് അറിയാമല്ലാതെ ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് അടിച്ചെടുത്തു. നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ, റവ വറുത്ത ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഫുഡ് കളറോ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും. ഞാൻ ഫുഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുഡ് കളർ, കുങ്കുമപ്പൂ നമ്മൾ വെള്ളത്തിലിട്ട മഞ്ഞ കളറോ അത് ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. അപ്പം ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും ഫുഡ് കളറും വെള്ളവും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരും. ഏലക്കാപ്പൊടിയുടെയും വെള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി തിളച്ച് വരുമ്പം ഒരു പ്രത്യേക സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. അപ്പം ഞാൻ സിമ്മിലിട്ടിട്ട് റവ ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ റവ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ റവ കട്ട പിടിക്കും. നമ്മൾ ഒരു തവി റവ ഇടുമ്പം ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് റവ കട്ട പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ മൊത്തം റവയിട്ട് നന്നായിട്ട് ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും കട്ടിയൊന്നും പിടിച്ചില്ല, നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പഞ്ചസാര ഇടാൻ പോവുകയാണ്. അപ്പം ആവശ്യമായ പഞ്ചസാര എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചസാര. അപ്പം ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ഫസ്റ്റ് ഇട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പം പഞ്ചസാര അതിലേക്ക് ചെല്ലുമ്പം റവ ലൂസായി തുടങ്ങും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ലൂസായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 5 സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിട്ട് കൊടുക്കുമ്പോഴത്തേന് റവ ഒന്ന് ലൂസായി വരും.
ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മധുരം കുറവാണെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് ഉരുകി ഇറങ്ങണം അതുവരെ. അപ്പം സിമ്മിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനുള്ള കാര്യം മറക്കരുത്. സിമ്മിലാണിപ്പോൾ തീ കിടക്കുന്നത്. അപ്പം ഞാൻ തിന്ന് നോക്കിയപ്പോൾ ഇച്ചിരി പഞ്ചസാര കുറവുണ്ട്. അപ്പോൾ 2-3 സ്പൂണും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ 3.5 സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മിക്സാണ് ഇതിന് പ്രധാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. മിക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റവ കേസരി. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് ലൂസാവും നമ്മുടെ റവ. ഷുഗറുമായിട്ട് ഇതാകുമ്പോൾ നന്നായിട്ട് ലൂസാവും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് റവ കേസരി. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. റവ കേസരി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യാണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നെയ്യ് എന്തോരം ഒഴിക്കണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് മിക്സ് ചെയ്യാം. മിക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും ഞാൻ പറയുകയാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമ്മുടെ റവ കേസരി ലൂസാവും. നന്നായിട്ട് ലൂസാവുന്നുണ്ട്. ഇവിടെ അധികം ലൂസാവണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം നെയ്യ് ഒഴിച്ചില്ല. ഒരു 5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് കശുവണ്ടി ഇട്ട് വയ്ക്കാം. കാഷ്നട്ട് നമുക്ക് പിന്നീട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാഷ്നട്ട്സ് എല്ലായിടത്തേക്ക് കൂടി ഫില്ലാവാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ ചൂടോടെ നമുക്ക് പാത്രത്തേക്ക് സെർവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു ഷേപ്പിന് കിട്ടത്തുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഷേപ്പിന് കിട്ടുന്നത് നമ്മൾ ആ ചൂടോടെ ഷേപ്പിന് കിട്ടണമെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണ്. ഇച്ചിരി ഇട്ട് കൊടുത്ത് അത് ഫില്ലാക്കുവാണേ. നമുക്ക് തട്ടി കൊടുക്കാം. ഇനി റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ റവ കേസരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.